നിങ്ങൾക്കൊരു മിനിമം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും വ്യൂസ് കിട്ടുന്നില്ലേ? എപ്പോൾ വീഡിയോ ഇട്ടാലും മറ്റുള്ളവരുടെ ഹോം പേജിലേക്ക് എന്താ പോവാത്തത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പോലും നിങ്ങളുടെ വീഡിയോ കാണാത്തത് എന്താ? പക്ഷേ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമിൽ എല്ലാവർക്കും റെക്കമെൻഡേഷൻ ത്രൂ പോകാറുണ്ടോ നമ്മുടെ വീഡിയോ? ഒരുപാട് പേരുടെ ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും ഇപ്പോൾ ഏകദേശം ഒരു 10K പോട്ടെ, അതിലും താഴെ. ഇനി മോണിറ്റൈസേഷൻ ആകാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്തോരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരാരും നിങ്ങളുടെ വീഡിയോ കാണുന്നില്ലേ? മിനിമം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമ്മുടെ വീഡിയോ കാണണ്ടേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ? അതെങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരാം. ഒരുപാട് പേരുടെ പ്രശ്നമാണ് വ്യൂസ് ഇല്ല. ഒരു 500 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ കൂടി 5, 4 ആ ഒരു റേറ്റിലാണ് വ്യൂസ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. ബേസിക് സെറ്റിംഗ്സിന്റെ വീഡിയോ ചെയ്തപ്പോഴായാലും കസ്റ്റമൈസേഷന്റെ വീഡിയോ ചെയ്തപ്പോഴായാലും അതൊക്കെ ഓരോരുത്തരും ഡൗട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എന്താ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ പകുതി പ്രശ്നവും മാറി കിട്ടും. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ വ്യൂസ് പ്രോബ്ലം ആണ്. അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായാലും മറ്റ് വ്യൂവേഴ്സിനായാലും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ റെക്കമെൻഡേഷൻ ത്രൂ പോയാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും കൂടുള്ളൂ. മെയിൻലി വ്യൂസ് കൂടിയാലേ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂടുള്ളൂ. വാച്ചവറിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് വാച്ചവർ ആയാലും ഇൻക്രീസ് ചെയ്യുന്നത്. അതിന് റെക്കമെൻഡേഷൻ ത്രൂ നമ്മുടെ വീഡിയോ പോയാലല്ലേ അതൊക്കെ നടക്കുള്ളൂ. അതിനായിട്ട് നമുക്ക് YT സ്റ്റുഡിയോയിൽ ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ഞാൻ ഒരുപാട് പേർക്ക് സെപ്പറേറ്റ് ആയാലും മെസ്സേജ് അയച്ച് ക്ലിയർ ആക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി എന്തായാലും വീഡിയോ ഇട്ട് കളയാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് YT സ്റ്റുഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് എൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റിൻ്റെ ഒരു പെൻസിൽ ബാർ ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. YT സ്റ്റുഡിയോയിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് കേട്ടോ. നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓരോരുത്തരുടെയും ചാനലിലേക്ക്, മീൻസ് ഹോം പേജിലേക്ക് റെക്കമെൻഡ് ത്രൂ ചെല്ലുന്നത്. ഹോം ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ താഴെ കാണുന്നുണ്ടോ? ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഹോം ടാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹോം ലേഔട്ടിൽ ഫോർ യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹോം ടാബില് ഷോ യുവർ ചാനൽ ഹോം ടാബ് ടു ഹൈലൈറ്റ് ആൻഡ് ഷോക്കേസ് കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ആക്കി കൊടുക്കുക. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഓഡിയൻസിന്റെ ഹോം പേജിലേക്ക് നമ്മൾ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അവിടെ കാണും എന്നാണ് അതിനർത്ഥം. അടുത്തത് ഫോർ യു എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ റെക്കമെൻഡേഷൻ ത്രൂ ഓരോരുത്തരിലേക്കും പോകണം, വ്യൂവേഴ്സ് കാണണം എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനാണത്. അതും എനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യൂസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഈ 2 ഓപ്ഷനും എനേബിൾ ആക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി മോർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ കണ്ടന്റ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ്. ഇതൊക്കെയാണ് നമുക്ക് റെക്കമെൻഡേഷൻ ത്രൂ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ആയാലും നമ്മുടെ ഓഡിയൻസിനൊക്കെ ആയാലും സബ്സ്ക്രൈബേഴ്സിന് ഉൾപ്പെടെയൊക്കെ ആയാലും റെക്കമെൻഡേഷൻ ത്രൂ ആയാലും ഹോം പേജിലൊക്കെ ആയാലും പോയി കിടക്കേണ്ട കണ്ടന്റ്. അത് 3ഉം നിങ്ങൾക്ക് പോയി കിടക്കണമെങ്കിൽ 3ഉം എനേബിൾ ആക്കി കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ റീസെന്റ് ആഡ് ആക്കുന്ന വീഡിയോസ് ആണോ റെക്കമെൻഡേഷൻ ത്രൂ പോകേണ്ടത്, അതോ ഓൾ കണ്ടന്റ് പോകണമെന്നുള്ള ഓപ്ഷനാണ്. ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത് ഓൾ കണ്ടന്റ് പോകണമെന്നുള്ള ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിന്റെ ഓപ്ഷൻ നിങ്ങൾ മിനിമം ഒരു 90 വീഡിയോസ് ഒരു 3 മാസം പിടിച്ചോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും വേണം. അപ്പൊ ഗൈസ്, അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു സെറ്റിംഗ്സ് ആണ് ഇത്. നമ്മളതിനൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് റെക്കമെൻഡ് ത്രൂ ഓരോരുത്തരുടെ ഹോം പേജിൽ പോയി കിടന്നാലല്ലേ അവരായാലും ഒന്ന് കാണുള്ളൂ. മാത്രമല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കാണും YT സ്റ്റുഡിയോയിൽ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആ ടൈമിൽ, ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ അത് വൈറലാകും.
എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും വൈകുന്നേരം 8 മണിക്കാണ്, രാത്രി 8 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും എൻ്റെ വീഡിയോ ആ ടൈമിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരിലേക്ക് റെക്കമെൻഡേഷൻ ത്രൂ നമ്മുടെ വീഡിയോ പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനായാലും ഷെഡ്യൂൾ ഇട്ടിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കറക്റ്റ് 8 മണി എന്നുള്ള ടൈം കഴിയുമ്പോൾ ഞാൻ പതുക്കെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ ആരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്, എങ്ങനെയൊക്കെയാണ് വീഡിയോ കാണുന്നത്, ഇനി എനിക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും വീഡിയോ കാണാനായിട്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചാനലായാലും വൈറലാകുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ടിപ്പ് മാത്രമാണ് കേട്ടോ. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനായാലും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസിന്റെ ഹോം പേജിൽ തന്നെ പോയി കിടക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.